നമസ്കാരം. കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ ഭാഗത്ത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വടകര കടമേരി തച്ചിലേരി താഴെക്കുനിയിലെ സുരേഷ് ബാബുവിന്റെ മകൻ ആൽവിൻ ടി.കെ. ആണ് മരണപ്പെട്ടത്. 21 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കൂട്ടത്തിലെ ഒരു വാഹനം ആൽവിൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റോഡിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൽവിൻ. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന യുവാക്കൾ ആൽവിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കുകളെ തുടർന്ന് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. റോഡിന്റെ ഇരുവശത്തു നിന്നും വരുന്ന 2 ആഡംബര വാഹനങ്ങൾ ആൽവിൻ റോഡിന്റെ നടുവിൽ നിന്ന് ചിത്രീകരിക്കുകയായിരുന്നു. അതിനിടെ സുഹൃത്തിന്റെ കാർ ആൽവിന്റെ മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി അപകടത്തിൽ ഉൾപ്പെട്ട വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദോഷകരമായ ഡ്രൈവിംഗ് ആണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വാഹനം ഓടിച്ചയാളുടെ പേരിൽ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഡിഫൻഡർ കാറാണ് അപകടം ഉണ്ടാക്കിയത്. ഈ ദാരുണ സംഭവത്തിന്റെ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണങ്ങളും സുരക്ഷാ നടപടികളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെയും പുതിയ ചർച്ചകളിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. കുറച്ചു നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തു വന്നിരുന്നത്. 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു. ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രീകരണത്തിനെത്തിയതെന്നും അയൽവാസി പറഞ്ഞു.